ചോറ് തിന്നാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്ക് ഒരു ചെറുതായിട്ടൊരു വെജിറ്റബിൾ കുക്കർ ബിരിയാണി വെക്കാം. ചെറുതായിട്ട് എണ്ണ ഒഴിച്ച് ഞങ്ങൾക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ഇരിക്കട്ടെ. ബട്ടർ എണ്ണയും മൂത്ത് ഇനി നമുക്ക് ഓരോന്നിട്ട് കൊടുക്കാം. സവോള എല്ലാം കുറച്ച് മതി. വെളുത്തുള്ളി, കിഴങ്ങ്, കോളിഫ്ലവർ, ഫുൾഗോബി, ക്യാപ്സിക്കം, ശിമള മിർച്ചി, ക്യാരറ്റ്, പച്ചമുളക് അരിഞ്ഞത് എല്ലാം കുറച്ച് മതി. എല്ലാം ഇടുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് കാണും. ഒന്ന് ചെറുതായിട്ട് വാടട്ടെ. ഇത് മൂത്ത് വരുന്നുണ്ട്. നമുക്കൊരു തക്കാളി 4 കീറി ഇട്ട് കൊടുക്കാം. ഒന്ന് റോസ് കളറാവണം, എന്നിട്ട് ചോറിന് ടേസ്റ്റ് വരും. റോസ് കളറാവട്ടെ. ഇത് ഗോൾഡൻ കളറായെങ്കിൽ നമുക്ക് ഈ പുലാവ് റൈസിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിൽ എല്ലാം കുറച്ച് മതി. കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം ഉണ്ട്. കുറേശ്ശെ ഇട്ടാൽ മതി. അതും ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമെല്ലാം ഒന്ന് മാറി എല്ലാം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ഗ്ലാസ് അരി ഒരു 15 മിനിറ്റായി കുതിർത്ത് വെച്ചിട്ട് ജീരകശാലയാണ്. നമ്മുടെ കയ്യിലുള്ള അരി വെച്ച് ചെയ്യാം. പച്ചരി, റേഷൻ കടയിലെ പച്ചരി വെച്ച് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ബട്ടർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് അതിൽ തന്നെ വെള്ളം അളന്ന് ഒഴിക്കാം. നമുക്ക് വെള്ളമൊക്കെ കണക്കുണ്ടല്ലോ. ഉപ്പിട്ടിട്ടുണ്ട്, ഞാൻ വീഡിയോ കാണിച്ചില്ല. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കൊരു ശകലം വെള്ളം കൂടെ ആവശ്യമുണ്ട്. അതുകൂടെ ഒഴിച്ച് നമുക്ക് 4 വിസിൽ ഏൽപ്പിക്കാം. കുറച്ച് വെള്ളമോടെ ആവശ്യമുണ്ടായിരുന്നു, അതൊഴിച്ച് പരുവത്തിന് ഉപ്പ് നോക്കി. ഉപ്പൊക്കെ പരുവുണ്ട്. ഇനി നമുക്ക് ഒരു 4 വിസിൽ ഏൽപ്പിച്ച് എടുക്കാം. ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കിയായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്ത്, പക്ഷേ ഇത് ശരിയാവുന്നതിനും വെച്ച് പിള്ളേരൊന്നും എടുത്തതെല്ലാം ഊരിക്കളഞ്ഞു. അത് കാരണം ഞാൻ വീഡിയോ എടുത്തില്ല. പക്ഷേ ഇപ്പോൾ അത് ഞാൻ ഈ കൂട്ടൊക്കെ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് പഴുത്ത മാങ്ങ ഞാനതൊരു ഇതാക്കി വെച്ചായിരുന്നു. ചിലത് ഊരി വരുന്നില്ല. അത് ഞാൻ ഈ കാണിക്കുന്നുണ്ട്. ഈ പിള്ളേർ കുലുക്കി ഇത് സെറ്റാവുന്ന ഊരി അതുകൊണ്ടൊരു പാട്. ചിലത് വന്ന് നല്ല ടേസ്റ്റാണ്. പാൽപ്പൊടി, പാല്, മാങ്ങ ഉള്ള സമയത്ത് ഞാനത് വഴറ്റി വെച്ചായിരുന്നു. അതിൻ്റെ പിന്നെ അത് വഴറ്റിയതും പാൽപ്പൊടി എല്ലാം ചേർത്തുണ്ടാക്കിയതാണ്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്. നമുക്ക് പുലാവ് റൈസിൻ്റെ കൂടെ തിന്നാനൊരു സലാഡ് വേണ്ടേ? അമ്പലത്തലുള്ള കട്ടി തൈരാണ്. കുറച്ച് മല്ലിയില ഇടാം. കഴിക്കാൻ നേരത്ത് നല്ലപോലെ ഇളക്കാം. നമ്മുടെ പുലാവ് റൈസ് ഉണ്ടോ, സെറ്റ് ഉണ്ടോ? അതിലൊന്നിലൊന്നും തൊടാതെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നല്ല ടേസ്റ്റാണ്, നല്ല മണവും ഉണ്ടോ? എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. നമ്മൾ കഴിച്ചാലോ? എല്ലാവരും പോരും, നമുക്ക് കഴിക്കാം. നമുക്ക് ചെറുതായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം.